ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് ചെമ്മീൻ കിട്ടിയിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നു. അത്യാവശ്യം നന്നായി കഴുകിയത് തന്നെയായിരുന്നു. പിന്നെയും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഒന്നും കൂടി കഴുകി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് കഴുകണത് നല്ലതാണ്. ഇന്ന് അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങയും ചെമ്മീനും ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല ദോശയിലേക്കും ചോറിലേക്കും എന്ത് നമ്മൾക്ക് വേണമെങ്കിലും അതിലൊക്കെ എടുക്കാൻ പറ്റിയ രൂപത്തിലുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആണെങ്കിലും ദോശയിലേക്കും ചോറിലേക്കും ഒക്കെ പറ്റിയ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള പച്ചമുളക് 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങ ചേർക്കുന്നുണ്ട്. അതിനു വേണ്ടി തക്കാളി കുറച്ച് എടുക്കണുള്ളൂ. അതിന് വേണ്ടി 2 പാത്രങ്ങൾ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഒന്നിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വഴറ്റിയും കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരടുപ്പത്ത് നമ്മൾ ചെമ്മീൻ പൊരിക്കുകയാണ് കേട്ടോ. ഒന്ന് പൊരിച്ചതിന് ശേഷമാണ്, ഒരുപാട് അങ്ങ് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ആയാൽ ടേസ്റ്റ് കുറയും ചെയ്യും. പിന്നെ അതിലേക്ക് ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ മാങ്ങ ഇടുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. മാങ്ങയും കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ചുകൂടെ മുളക് പൊടിയും മല്ലിപ്പൊടി അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല എന്താ പറയുക, ചെമ്മീൻ്റെ ഒക്കെ ഒരു പ്രത്യേക മണം. പൊരിച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചെമ്മീൻ അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പൊടികളും ഒക്കെ ഒന്ന് വഴറ്റി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ്. നമ്മൾ പൊരിച്ച ചട്ടിയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ അരച്ച് ഒഴിക്കുന്നുണ്ട്. തേങ്ങയും കൂടി അരക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വരിക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.